കരുതിയെന്ന് വിചാരിച്ച മന്ത്രിമാരെ കരുതിയെന്ന് ജനങ്ങൾ വിചാരിക്കും. സിനിമയെ കളിക്കാൻ വേണ്ടി ഒരു രാഷ്ട്രീയം രംഗത്തിറങ്ങരുത്. ചെയ്ത് തെറ്റായ ഇതൊക്കെ തിരുത്തി കൊണ്ടുപോയാൽ വീണ്ടും രക്ഷപ്പെടുകയുള്ളൂ. അതിലാണെങ്കിൽ മാറ്റങ്ങൾ സംഭവിക്കും. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ഇടതു സർക്കാരിനേറ്റ വൻപൻ പരാജയത്തിന്റെ മുഖം മറയ്ക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ സ്ഥാനമൊഴിഞ്ഞ് ശൈലജ ടീച്ചർക്ക് പുതിയ സ്ഥാനം നൽകുമോ? എന്താണ് ജനങ്ങളുടെ അഭിപ്രായമെന്ന് നമുക്ക് കണ്ടറിയാം. ഇത് കാണേണ്ട അഭിപ്രായങ്ങൾ തന്നെ. ചേട്ടാ, ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോഴത്തേക്കും കമ്മ്യൂണിസ്റ്റിന് പ്രതീക്ഷിച്ചത്ര ഒരു ഭൂരിപക്ഷം കിട്ടിയില്ല. അവരുടെ പ്രതീക്ഷകളാകെ നശിപ്പിച്ചുകൊണ്ടാണ് ജനങ്ങൾ അവരുടെ വോട്ടുകൾ രേഖപ്പെടുത്തിയത്. അപ്പോൾ ഈ ഒരു സാഹചര്യം വന്നപ്പോഴത്തേക്കും നമ്മുടെ നിയമസഭാ ഇലക്ഷൻ വരുമ്പോഴത്തേക്കും അവർക്ക് ആ ഒരു വോട്ട് നിലനിർത്താൻ വേണ്ടി മുഖ്യമന്ത്രി, ഇപ്പോഴുള്ള നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്ഥാനം ഒഴിഞ്ഞ് ശൈലജ ടീച്ചർക്ക് ആ ഒരു സ്ഥാനം കൊടുക്കുമോ ഇല്ലയോ? എന്താണ് ചേട്ടൻ്റെ ഒരു അഭിപ്രായം? മാറ്റങ്ങൾ തീർച്ചയായും സംഭവിക്കും. അപ്പോൾ ആ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിനെതിരെ ഉള്ള ജനവികാരമാണോ നമ്മൾ ഈ ലോക്സഭാ ഇലക്ഷനിൽ കണ്ടത്? അദ്ദേഹത്തിനുള്ള ജനവികാരമല്ലേ ഇപ്പോൾ സീറ്റില്ലാതെ പോയത്? അതല്ലേ സത്യം. ജനങ്ങൾ അംഗീകരിച്ചില്ലേ? അടുത്തൊരു മന്ത്രി വരട്ടെ, ചെറിയ മാറ്റങ്ങൾ സംഭവിക്കും. ശൈലജ ടീച്ചർ വരുമ്പോഴത്തേക്കും എല്ലാ മേഖലയിലും ഒരു മാറ്റം സംഭവിക്കും. തീർച്ചയായിട്ടും അവരിരുന്ന മേഖലയൊക്കെ വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അടുത്തൊരു വരികയാണെങ്കിൽ മാറ്റങ്ങൾ സംഭവിക്കും. അപ്പൊ എന്തുകൊണ്ടാവാം വടകരയിൽ അങ്ങനെ ഒരു തോൽവി അവർക്ക് വന്നത്? അത് ജനങ്ങളല്ലേ, പൊതുജനം കരുതലെന്ന് തെളിയിച്ചില്ലേ? പൊതുവെ ആ പാർട്ടിയോടുള്ള അവരുടെ ഒരു വിരുദ്ധതയാണല്ലേ മൊത്തത്തിലും കാണാൻ സാധിച്ചത്. അവരെ കാണിച്ചതിന്റെ പ്രതീകം അവർക്ക് കിട്ടി. എത്ര ഇല്ലാന്നുണ്ടെങ്കിൽ ഈ സീറ്റ് എത്രയും പോകില്ലായിരുന്നല്ലോ. ആലത്തൂര് മാത്രമല്ലേ ഉള്ളൂ. അവരെ ഭരണം ഭംഗിയായതുകൊണ്ടല്ലേ ആലത്തൂര് മാത്രം കിട്ടിയത്. ബാക്കിയിലിടം കിട്ടൂലായിരുന്നു. അതാണ് സത്യാവസ്ഥ. ടീച്ചർ വന്നാൽ നല്ലൊരു മുഖ്യമന്ത്രിയെ നമുക്ക് കേരളത്തിന് കിട്ടും. അവരിരുന്നപ്പോ ഉള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്തിട്ടുള്ളത് കൊണ്ട് അടുത്ത ഒരു മുഖ്യമന്ത്രിയായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു പ്രതീക്ഷയുണ്ട്, പൊതുജനത്തിന് ഒരു പ്രതീക്ഷയുണ്ട് എന്നായിരിക്കും എന്നുള്ളത്. ബാക്കിയുള്ള ഒരു 1.5 വർഷം, 1.5-2 വർഷത്തേക്ക് ഈ ഒരു വ്യക്തിയെ ആ സ്ഥാനത്തേക്ക് ഇരുന്നാൽ ജനങ്ങൾക്കും അതൊരു ഒരു വർഷമെങ്കിലും അവർക്ക് കിട്ടുന്ന സമയത്ത് അവർ ഭരിക്കുമ്പോൾ അറിയാൻ പറ്റുമല്ലോ, പൊതുജനങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അടുത്ത ഇലക്ഷൻ വരുമ്പോൾ അവരെ മോശമാണെങ്കിൽ ഇത് തന്നെ പൊതുജനം അങ്ങനെ തെറ്റിദ്ധരിക്കും. ഇപ്പൊ അപ്പോഴെപ്പോഴുള്ള മറുപടി പൊതുജനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണല്ലേ ഇലക്ഷന്റെ? തീർച്ചയായിട്ടും. ഇപ്പൊ മുമ്പത്തെ പോലെ അല്ല. പണ്ടൊക്കെ ആണെങ്കിൽ അറിവില്ലായ്മ എന്നൊക്കെ പറയാം. കാര്യം വീട്ടിൽ കൊണ്ടുവന്ന് കടലയും 2 കിലോ അരിയെ കൊടുക്കുമ്പോൾ വോട്ടിട്ടെന്ന്. ഇപ്പൊ ജനങ്ങൾ ബുദ്ധി വെച്ച് തുടങ്ങി. ഇപ്പൊ ഒരു പാർട്ടി നോക്കുന്നില്ല അല്ലേ? അപ്പൊ വ്യക്തികളെ പാർട്ടി ഇത് ഇങ്ങനെയുള്ള കേസിനൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു പാർട്ടി, ഒരു മനുഷ്യനൊരു പാർട്ടി കാണും, അവർക്ക് വ്യക്തിപരമായിട്ട് വോട്ട് ചെയ്യുള്ളൂ. പക്ഷെ ഭരണത്തിലിരിക്കുമ്പോൾ എല്ലാവരും ഒരേപോലെയല്ലേ നോക്കാണ്ടത്. അതാണ് ജനങ്ങൾക്ക് നല്ലത് ചെയ്യുന്ന ആരോ അവരെ ആയിരിക്കും. തീർച്ചയായിട്ടും മന്ത്രിയായിരുന്ന ജനങ്ങൾക്ക് ഉപകാരമുള്ള മന്ത്രിയായിരുന്നു കഴിഞ്ഞാൽ വീണ്ടും അവർക്ക് തന്നെ ഭരണം ലഭ്യമാകും. നമ്മുടെ ലോക്സഭാ ഇലക്ഷന്റെ റിസൾട്ട് വന്നപ്പോഴത്തേക്കും ഇടതുപക്ഷത്തിന് അവർ അർഹിച്ച രീതിയിലുള്ള ഒരു ഭൂരിപക്ഷം ലഭ്യമായിട്ടില്ല. അപ്പോൾ അത് മുഖ്യമന്ത്രിക്കെതിരെ ആയിട്ടുള്ള ഒരു ജനവികാരം എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇനി ആ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് നമ്മൾ ശൈലജ ടീച്ചർക്ക് വടകരയിൽ വൻപിച്ച ഭൂരിപക്ഷത്തിലാണ് തോൽവി ശൈലജ ടീച്ചർക്ക് ലഭ്യമായത്. അപ്പോൾ ഇടതിൻ്റെ ആ ഒരു മുൻപോട്ടുള്ള കാര്യങ്ങൾ നിശ്ചയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശൈലജ ടീച്ചർ ഇനിയുള്ള വർഷം മുഖ്യമന്ത്രിയാക്കാൻ സാധ്യതയുണ്ടോ ഇല്ലയോ? അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ ഈ സർക്കാർ ചെയ്ത് തെറ്റായ ഇതൊക്കെ തിരുത്തി കൊണ്ടുപോയാൽ വീണ്ടും രക്ഷപ്പെടുകയുള്ളൂ. അതാണ് എന്ത് ചെയ്ത് അവരിപ്പം അവരുടെ എന്താ ഈ ജനങ്ങൾക്കെതിരെ അവരെ ജനങ്ങൾക്കെതിരെയാണ് ഇത് വന്നേക്കുന്നത്. പിന്നെ പാവപ്പെട്ടവർക്ക് കിട്ടേണ്ടതൊന്നും കിട്ടുന്നില്ല. അതേസമയം ഈ ബാക്കി ചില അർഹതയില്ലാത്തവർക്കൊക്കെ വാരിക്കോരി കൊടുക്കുന്നുമുണ്ട്. അതാണ് ഇതിൻ്റെ മെയിൻ. ഒരു ഏകാധിപത്യ ഭരണമെന്ന് തോന്നിയിട്ടുണ്ടോ ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ? അങ്ങനെയല്ല. ഒരു മാർക്സിസ്റ്റ് ഭരണം എന്ന് പറഞ്ഞാൽ പാർട്ടി ഇത് ചെയ്യും. ഇതങ്ങനെയല്ല. വന്നിട്ട് ഒരു 1 മാൻ ഷോ ആണെന്ന് എല്ലാവർക്കും തോന്നുന്നുണ്ട്. അപ്പോൾ പാർട്ടിക്ക് ഇനിയുള്ള ഇലക്ഷനുകളിൽ നല്ല ഭൂരിപക്ഷം പിന്തുണ ഉണ്ടാകണമെങ്കിൽ ആ ഒരു അദ്ദേഹം എന്നൊരു വ്യക്തി മാറിയാൽ ആ ഒരു പിന്തുണ വ്യക്തിയല്ല, കറക്ഷൻ ഈ ഇത് കറക്റ്റ് ചെയ്ത് പോയാൽ ശരിയാവുള്ളൂ. ഇപ്പോൾ ചെയ്ത തെറ്റുകൾ കറക്റ്റ് ചെയ്ത് ആ പാർട്ടി എടുക്കുന്ന നടപടികളാണല്ലേ പൊതുവെ ജനങ്ങളുടെ ഈ ഒരു മാറ്റത്തിന് കാരണമായത്.
വ്യക്തിയുടെ ഒരു മാറ്റം അതിൽ അലയടിക്കില്ല അല്ലേ? വ്യക്തിയുടെ മാത്രമല്ല, ഒരു പാർട്ടിയാണല്ലോ. അപ്പം പാർട്ടി ആണത് കറക്റ്റ് ചെയ്യല്ല, അല്ല വ്യക്തിയല്ല. ഓക്കെ. അപ്പൊ ഇനിയുള്ള വർഷങ്ങൾ മുഖ്യമന്ത്രിയുടെ ഭരണം തന്നെ നടക്കും. ജനങ്ങൾക്ക് പിന്തുണയേകുന്ന അല്ലെങ്കിൽ ജനങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള നടപടികളൊക്കെ കൂടുതലും കൊണ്ടുവരണമെന്നാണല്ലേ ചേട്ടൻ പറയുന്നത്? ചേട്ടാ, ലോക്സഭാ ഇലക്ഷന്റെ റിസൾട്ടൊക്കെ വന്നത് അറിഞ്ഞാണല്ലോ, കണ്ടു കാണുമല്ലോ. അപ്പോൾ ഇടതുപക്ഷത്തിന് അവർക്ക് അർഹിക്കുന്ന രീതിയിലുള്ള ഒരു ഭൂരിപക്ഷം ലഭിച്ചില്ല എന്ന് അവരുടെ നേതാക്കൾ തന്നെ പറയുന്നുണ്ട്. ആ ഒരു സാഹചര്യം മുൻനിർത്തി ഇനിയുള്ള ഇലക്ഷനിൽ അവർക്ക് ആ ഒരു ഇത് മാറ്റാൻ വേണ്ടി, ഒരു മാറ്റം കുറിക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ സ്ഥാനം നമ്മുടെ ആരോഗ്യമന്ത്രിയായിരുന്ന ശൈലജ ടീച്ചർക്ക് ഇനിയുള്ള വർഷം ഭരിക്കാൻ വേണ്ടിയിട്ട് നൽകുമോ എന്ന് ഉള്ള ഒരു അഭിപ്രായം. നൽകിയാൽ എന്തായിരിക്കും ഒരു മാറ്റം വരുമോ? ഇതിൽ മാറ്റം വരണമെന്നുള്ളത് മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ മാറ്റമാണ്, ബുദ്ധിയുടെ മാറ്റമാണ്. നാടകവും സിനിമയും കളിക്കാൻ വേണ്ടി ഒരു രാഷ്ട്രീയം രംഗത്തിറങ്ങരുത്. അവർക്ക് പൈസ കിട്ടും, ശമ്പളം കിട്ടും. MLA-മാർക്കും MP-മാർക്കും പൈസ കിട്ടും. ആരുടെ പൈസ? കഷ്ടപ്പെടുന്ന കരയുന്ന പാവം ജനങ്ങളുടെ പൈസയാണ് ശമ്പളമായി വാങ്ങുന്നത്. അതിൻ്റെ വില എന്താണെന്ന് തിരിച്ചറിഞ്ഞാണോ ഇവിടെ നാട് ഭരിക്കുന്നത്? ഞാൻ കണ്ണുനീര് കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, എൻ്റെ ഹൃദയത്തിൻ്റെ വേദന കൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. പറഞ്ഞ മനസ്സിലായില്ലേ? പണ്ട് കാറൽ മാർക്സ്, എംഗൽസും ഒക്കെ ജീവിച്ചിരുന്ന കാലത്ത് സ്വന്തം എൻ്റെ ജീവൻ നഷ്ടപ്പെട്ടാലും എൻ്റെ ജനമാണ്, എൻ്റെ സമൂഹമാണ്, എൻ്റെ കുടുംബമാണ്. ഓരോ ജീവന് വേണ്ടിയും അവർ സ്വയം സമർപ്പിക്കപ്പെട്ടവരാണ് അന്ന്. അങ്ങനെ പാർട്ടി ഉണ്ടാക്കിയതാണ് നമ്മളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പക്ഷെ എന്ത് ചെയ്തു? കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം പോയി. ഇംഗ്ലാസ് ഉണ്ടാവ് വിളിക്കുന്ന പാർട്ടി ഇന്ന് അല്ല. പറയാൻ മനസ്സിലായില്ലേ? പാവം ജനങ്ങളെ പൈസ വാങ്ങിച്ച് കോടികളുണ്ടാക്കി അതിൻ്റെ മഹിമ, അതിൻ്റെ കിരീടം വെച്ച് വിലസാൻ വേണ്ടിയുള്ള പാർട്ടി ആകരുത്. എൻ്റെ കുടുംബമാണെന്ന് ഞാൻ കരുതുന്നതാണ്. ഇത് എൻ്റെ കുടുംബമാണ്. സമൂഹം എന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരങ്ങളാണ്. അതിനപ്പുറത്തമായി ഒന്നുമില്ല. ഏതൊരു ഉന്നതനായാലും ജീവിച്ചിരുന്നാൽ ഒരു ശ്വാസമത്രേ. മനസ്സിലായില്ലേ? ഏത് നേതാവായാലും ശരിയല്ല, അവൻ്റെ പ്രവൃത്തി എക്കാലവും നിലനിൽക്കും. അതറിഞ്ഞുകൂടാതെ നമ്മൾ കസേരയിൽ കയറി ഇരുന്നിട്ട് നാട് ഭരിക്കാൻ അറിയില്ല. പറഞ്ഞ പോലെ നാടിന് ജനങ്ങളെ ഭരിക്കാൻ അറിഞ്ഞുകൂടാ. ഇത് മഹാപാപമാണ്, മഹാ തെറ്റാണെന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം റോഡിൽ കൂടി യാത്ര ചെയ്യാൻ പറ്റില്ല. റോഡ് മൊത്തം കുഴി. പാവം ജനങ്ങളെ ആട്ടോ ഓട്ടിക്കുന്നതോ ഞാൻ എൻ്റെ ആവശ്യത്തിന് വേണ്ടി പോകുന്നതോ സീരിയസ് ആയിട്ടുള്ള ആവശ്യത്തിനാണ്. 7 പ്രാവശ്യം വീണു, ഞാനും എൻ്റെ ഭാര്യയും കൂടി വീണു കുഴിയിൽ. പക്ഷെ അത് കാണാനുള്ള കണ്ണ് പോലും അവർക്കില്ലാതെ പോയി. നമ്മളെ നാടാണോ നമ്മുടെ ജനങ്ങളാണോ എന്ന് പോലും അവരുടെ ബുദ്ധിമണ്ഡലങ്ങളിലില്ല. കഞ്ചാവ് കുടിക്കുക, ചാരായം കുടിക്കുക, കസേരയിലിരിക്കുക, ഇത് തെറ്റാണ്, പാപമാണ്. ഇവിടുത്തെ പാവം കരയുന്ന ജനങ്ങളോട് കാണിക്കുന്ന ഈ കണ്ണുനീര് എവിടെ കൊണ്ടുവയ്ക്കവർ? അതിൻ്റെ പ്രതിചലനങ്ങളാണ് ഈ ഇലക്ഷനിലൂടെ തിരിച്ചറിഞ്ഞത്. മനസ്സിലായില്ലേ? ആര് വന്നാലും നമ്മുടെ നേതാവാണ്. ആര് വന്നാലും, ഏത് രാഷ്ട്രീയ പാർട്ടി വന്നാലും നമ്മുടെ നേതാക്കളാണ്. പക്ഷേ ഇവിടെ ജനങ്ങളുണ്ട്, അവർ നമ്മളെ കുടുംബമാണ്. അതിനെ മാറ്റി നിർത്താൻ ഒരു ശക്തിക്ക് പോലും കഴിയില്ല. ഇവിടെ പോവും ഒരു എന്തെല്ലാം കാര്യങ്ങൾ എടുത്തു പറയാനുണ്ട്. നമ്മളെ ഒരു ഡോക്ടർ പയ്യൻ മരിച്ചു, അതിൻ്റെ ഉത്തരവാദി ആരാണ്? ഇവിടെ നിയമമില്ല. കോടതിയുണ്ട്, വക്കീലുണ്ട്, ജഡ്ജിയുണ്ട്, എല്ലാ കിരീടാവകാശികളും ഉണ്ട്. പക്ഷെ മനുഷ്യൻ ഇന്നും നെടുവിരിപ്പിട്ട് കരഞ്ഞ് ജീവിക്കുന്ന ഒരു സമൂഹമാണ്. അതിലാണ് ഞാൻ പങ്കുചേരുന്നത്. ഇത് പറയുന്നത് ആരുടെയും മുഖപക്ഷത്തിന് വേണ്ടിയില്ല, മാർഗിന് വേണ്ടിയില്ല, എൻ്റെ വേദന കൊണ്ട് പറയുന്നതാണ്. എൻ്റെ ജനമാണ്. അത് കാണാനുള്ള ഒരു കണ്ണുള്ള, ഹൃദയമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക്, ഒരു വ്യക്തി ജീവിതത്തിന് മാത്രമേ ഇവിടെ വില കൽപ്പിക്കൂ. ജനം വില കൽപ്പിക്കൂ. പെൻഷൻ കൊടുത്തിട്ട് 6 മാസമാണ്. ആർക്ക് വേണ്ടി? ഇങ്ങനെ നമ്മളെ എൻ്റെ മുഖ്യമന്ത്രി ഒരു പുതിയ വണ്ടി എടുത്തിട്ട് ഉലകം ചുറ്റി. ആർക്ക് വേണ്ടി? അതിൻ്റെ നേട്ടമെന്ത്? ഇവിടെ കരയുന്നവരുണ്ടെന്ന് കണക്കിലെടുത്ത് തന്നെയാ പോയത്. ആരുടെ കിരീടം പൊക്കി വയ്ക്കാൻ? ഇതൊക്കെ പാപമല്ലയോ, തെറ്റല്ലയോ? ഇതറിയാനുള്ള വിവരമുള്ളവരായിരിക്കണം നാട് ഭരിക്കേണ്ടിയിരുന്നത്. അല്ലാതെ നാട് ഭരിക്കാൻ ഈ വേഷം കിട്ടുന്നത് അതൊരു ഇതാണ്. ആ വില കൽപ്പിക്കാത്ത വേഷം ധരിച്ചിട്ട് കാര്യമില്ല. ഇത് വേദന കൊണ്ട് പറയുന്നതാണ്. ചിലപ്പോ സാധാരണ ജനങ്ങളെ വീണ്ടും അദ്ദേഹത്തിന് ഒരു ഭരണ തുടർച്ച നൽകി കൊടുത്തത് മാനസാന്തരപ്പെട്ടാ കിട്ടും. ഇത് ഇങ്ങനെയല്ല നാട് ഭരിക്കേണ്ടത്. ജനങ്ങളെ ഭരിക്കേണ്ടത് ഇങ്ങനെയല്ല. ഒരു മുറുക്കാങ്കര പോലും ഒരു വ്യക്തിക്ക് ജോയ നേരെ നടത്തിക്കൊണ്ടുപോകാൻ കഴിയുന്നില്ല. കാരണം അതിന് GST, ST, എല്ലാം കൂടി അടിച്ച് അവനെ മട്ടമിരുത്തുകയാണ്. നീ അവിടെ ഇരുന്നോ എന്ന് പറഞ്ഞു തരികയാണ്.
പറയാൻ മനസ്സിലായി. എനിക്ക് ഒരു ഹോളോബ്രിക്സ് യൂണിറ്റ് ഉണ്ട് പെരൂർക്കട റിവേദ ഹോളോബ്രിക്സ്. പക്ഷെ അതിൽ സത്യം ഇത് എൻ്റെ ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കപ്പെടുന്ന ഒരു സാധനമാണ്. അത് മാത്രമേ ഞങ്ങളുടെ മുഖവിലയുള്ളൂ. അത് വിറ്റ് കാശാക്കി കുറച്ച് പോക്കറ്റ് വയ്ക്കാൻ ഇതില്ല. എൻ്റെ സമൂഹമാണ് വാങ്ങുന്നത്, എൻ്റെ ജനങ്ങളാണ് വാങ്ങുന്നത്. അത് കണക്കാക്കിയിട്ട് അവിടെ ജോലിക്കാരടുത്ത് പറഞ്ഞിട്ടുള്ള സൂപ്പറായിരിക്കണം എല്ലോ. പക്ഷേ സാധനമില്ല, ഇവിടെ സാധനം കിട്ടാനില്ല. ഇതാ 1 ലക്ഷം കല്ലൂരും അവിടെ ഇരിക്കുന്നത്. ഞാൻ പറയും ഇരിക്കട്ടെ, അവിടെ എന്നൊരു കാലത്തായാലും വിറ്റു. അല്ലെ ആരെങ്കിലും കൊണ്ട് കൂടം കൊണ്ട് അടിച്ചു നോക്കട്ടെ, കാറ് കയറ്റി നോക്കട്ടെ, ഇതിന് വില എന്താണെന്നും അപ്പോഴും കിട്ടിയാൽ മതി. പക്ഷേ എങ്കിലും കള്ളവും കപടവും നമുക്കില്ല. എൻ്റെ സമൂഹത്തിൻ്റെ ജനങ്ങളാണ് വീട് വയ്ക്കുന്നത് അല്ലേ. നമ്മളെ സമൂഹം വീട് വയ്ക്കുമ്പോൾ അവരൊരു അപകടത്തിലോ ഒരു വിഷമത്തിലോ ചെന്നുപെടാൻ പാടില്ല. ആ ഒരു ഉത്തരവാദിത്വ ബോധമേ എനിക്കുള്ളൂ. ഞാൻ എവിടെയൊക്കെ ആരും മാർക്കിടുമില്ല, ആരും സർട്ടിഫിക്കറ്റും എനിക്ക് തരില്ല, ഞാനത് ഉദ്ദേശിക്കുന്നുമില്ല. പക്ഷെ എൻ്റെ ഹൃദയത്തിനകത്ത് എനിക്ക് വേദനയുണ്ട്. ഇങ്ങനെയൊന്നും നാട് ഭരിച്ചാൽ പോരാ. ഒരു വാർഡ് മെമ്പറില്ല, ഇനിയിപ്പോൾ അടുത്ത ഇലക്ഷൻ വരാൻ പോവില്ലേ വാർഡിലേക്ക്. എന്തിന് ഇലക്ഷൻ വരുന്നു? ഇവരെല്ലാം മാറി എന്ന് ഏതെങ്കിലും പാവം റോഡിൽ ഇരുന്ന് എരന്നുകൊണ്ടിരിക്കുന്നവർക്കറിയാം ഇവിടെ സമൂഹത്തിൻ്റെ വേദന. സമൂഹം എങ്ങനെയാണ് നമ്മൾ ജനങ്ങളെ കൊണ്ടുപോകേണ്ടതെന്ന് അവനറിയാം, അവർക്കറിയാം. പക്ഷേ കിരീടാവകാശികളെന്ന് പേര് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ പാപമാണ്, പാപമാണ്, പാപമാണ്. ഇങ്ങനെയല്ല നാട് ഭരിക്കേണ്ടത്. മാനസാന്തരപ്പെടുക, ജനങ്ങളെ തിരിച്ചറിയുക. ഇല്ല എങ്കിൽ മഹാ തെറ്റാണ്. ഇതിന് ജനം വിധിയെഴുതി, ഇനിയും വിധിയെഴുതും. ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അല്ല, കേരളത്തിന്റെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പാർട്ടി ആയിരുന്നല്ലോ ഇടത് പാർട്ടി. ആ ഒരു പശ്ചാത്തലം ഇപ്പോൾ നശിച്ചുകൊണ്ടിരിക്കുന്നു. നശിച്ചു കൊണ്ടിരിക്കുന്നുവല്ല, നശിച്ചു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ തൊഴിലാളി ഐക്യം എന്ന് പറയുന്നത്. ഒരു കാലത്ത് തൊഴിലാളി ഐക്യം ഉണ്ടായിരുന്നു. തൊഴിലാളികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമായിരുന്നു. ഇന്ന് വയലെവിടെ? ഇന്ന് നിലം കൃഷി എവിടെ? അങ്ങനെയുള്ളവരെ പിഴിഞ്ഞു പറക്കിയെടുത്ത് കാശുണ്ടാക്കി അന്യരാജ്യങ്ങളിൽ കൊണ്ടിടാൻ നോക്കി. എന്ത് പിള്ളേ ഇത്? എന്താണ് ഇത്? മനുഷ്യന്റെ നിയമത്തിന്റെയോ നേതൃത്വത്തിന്റെ ചുമതലാബോധം, ജനങ്ങളോട് കടപ്പാടുണ്ട്, കരയുന്നവരോടുള്ള സഹതാപമുണ്ട്. ഇന്ന് ഒരു ഡോക്ടറെ വെട്ടിക്കൊന്നു, അതിന് ആ കരയുന്ന കണ്ണുനീരോടെ കൊണ്ടുവയ്ക്കും. നമ്മളല്ല, ശരിയും തെറ്റും ഉണ്ടായിരിക്കും. നമ്മൾ ഉണ്ടാക്കേണ്ടത്, നമ്മൾ പ്രവർത്തിക്കണം, നമ്മൾ ചെയ്യുക. അത് ഇന്നില്ല. അതിൻ്റെ ഫലമാണ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. പറയാൻ മനസ്സിലായില്ലേ? വേദന കൊണ്ടാണ് പറയുന്നത്, വേദനയാണ്. നമ്മൾ ആ ഒരു മാനസാന്തരം എന്ന് വരും? എന്തിന് വോട്ട് വാങ്ങിച്ച് ജയിച്ച് 2ാം പ്രാവശ്യം കൂടെ അധികാരത്തിലേറി? എന്ത് മാനദണ്ഡത്തിലാണ്? എന്ത് മാനദണ്ഡത്തിലാണ് ഇവർ അധികാരമേറിയത്? എന്തെങ്കിലും ജനങ്ങള് വോട്ട് ചെയ്തത് കൊണ്ടല്ലേ അദ്ദേഹം വീണ്ടും അധികാരത്തിൽ വന്നത്? വോട്ട് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വോട്ട് ചെയ്തവരെല്ലാം വിഡ്ഢികളല്ല. അവരെല്ലാം അവരുടെ കാഴ്ചപ്പാടുണ്ടായിരുന്നു. ഇത് എൻ്റെ തൊഴിലാളി പാർട്ടിയാണ്, എന്തെങ്കിലും ചെയ്യും, അവരിൽ എന്തെങ്കിലും ജനങ്ങളെ സ്നേഹിക്കുമെന്നുള്ള ആ കരുതലോടുകൂടിയാണ് 2ാമത് എടുത്തത്. പക്ഷെ അതെല്ലാം നശിച്ചില്ലേ? സത്യമാണ് പറയുന്നത്. നിങ്ങളിപ്പോൾ ഒരു ബൈക്ക് ഞാൻ തരാം, നിങ്ങളൊന്ന് അല്പം ഒരു 10 മിനിറ്റ് യാത്ര ചെയ്യാൻ മതി. അതിൻ്റെ സേഫ്റ്റി എന്താന്ന്? എത്ര പേര് മരിക്കുന്നു, എത്ര പേര് കാലൊടിഞ്ഞും കൈയൊടിഞ്ഞും ആശുപത്രിയിലാവുന്നു? ഇതിന് ഉത്തരവാദി ആരാ? നമ്മൾ ചെയ്യുമ്പോൾ ഒരു മാതൃകയായിരിക്കണം. ഇതിനെല്ലാത്തിനും കാരണം ഇവിടെ ജനങ്ങളെ വെറും വിഡ്ഢികളാക്കി കാണുന്നത് കൊണ്ടാണ് ഈ ഒരു പരാജയം വന്നത്. ഈ പരാജയമല്ല, നാശമാണ് സംഭവിക്കാൻ പോകുന്നത്. ഇത് തെറ്റാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിണറായി ആയാലും ശൈലജ ടീച്ചർ ആര് വന്നാലും ഇലക്ഷൻ സമയത്ത് നമ്മൾ കണ്ടല്ലോ, ഏതൊരു പാർട്ടിയാലും എൻ്റെ കുടുംബത്തിലെ അഭിപ്രായങ്ങളാണ് പാർട്ടി എന്ന് പറയുന്നത്. ഇപ്പം കോൺഗ്രസ് ആയാലും BJP ആയാലും മാർക്സിസ്റ്റ് ആയാലും അവരെ നമ്മൾ അംഗീകരിക്കണം. എന്തുകൊണ്ട് അധികാരത്തിൽ വരുന്ന ഒരു പാർട്ടി മറ്റുള്ള പാർട്ടികളെ വെറും നീചമായി വലിച്ചു കയറി കളയുന്നു? എന്തുകൊണ്ട്? അവരെയും വിളിക്കുക, അവരെ അഭിപ്രായം ചോദിക്കുക. ഞാൻ ഇങ്ങനെ ഒരു പദ്ധതി നടപ്പാക്കാൻ പോവുകയാണ്, നിങ്ങളുടെ അഭിപ്രായം എന്ത്? എന്തുകൊണ്ട്? ഇവിടുത്തെ രാജ്യത്തിലെ ജനങ്ങളല്ലേ, ഇവിടെ നാടിന്റെ പ്രധാനികളല്ലേ, എന്തുകൊണ്ട് ഒരു പോയിന്റ് ചോദിക്കാത്തതെന്ത്? അവർ രാഷ്ട്രീയം, അവർ കോൺഗ്രസ് ആയി, അവർ BJP ആയി. ആ ഒരു ഭാവമാണ്, ഈ ഹെഡ് വെയിറ്റ് ആണ് ഈ നാശത്തിന് കാരണം. എന്ന് തിരിച്ചറിയും? ജനങ്ങളുടെ കരഞ്ഞ് നശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് തിരിച്ചറിയും. അതിന് എന്ത് പറയാനുണ്ട് അവർക്ക്? അല്ലാതെ വേറെ പടം കാണിച്ചിട്ടോ നാടകം കളിച്ചിട്ടോ സിനിമ കാണിച്ചിട്ടോ ജനങ്ങളെ വിഡ്ഢികളാക്കരുത്. പറയാമല്ലോ, ഞാൻ അനുഭവം കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇവിടെ നീതിയില്ല, സത്യമില്ല, ന്യായമില്ല. പറയാൻ മനസ്സിലായി? എല്ലാം ഞാൻ ചോദിച്ചോട്ടെ, ഒരു പയ്യൻ ഇവിടെ എന്തിനാണ് ചാരായ ഷോപ്പ് തുറന്നു വെച്ചിരിക്കുന്നത്? ഇവിടെ എല്ലാ സ്കൂളുകളും
കഞ്ചാവിന് അടിമയാണ്, ആണും പെണ്ണും. സ്വന്തമായിട്ട് വസ്ത്രം ധരിക്കാൻ പോലും അറിഞ്ഞുകൂടാ, ആണിനായാലും പെണ്ണിനായാലും. ഇത് കാണുന്നോ ഇവിടെ നിയമം? ഇവിടുത്തെ നേതാക്കന്മാർ കാണുന്നോ? ഇവിടെ പോലീസ് കാണുന്നോ? ഇവിടുത്തെ അധികാരികൾ കാണുന്നോ? എന്താണ് ഈ നാടിന്റെ സവിശേഷത? എന്താണ് ഇതിന്റെ പോക്ക്? എവിടെ ചെന്ന് നിൽക്കും? ഇതിനൊരു ഉത്തരമുണ്ടോ? ഇതിനൊരു ഉത്തരം കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഞാൻ വേദന കൊണ്ടാ പറയുന്നത്. ഒരു കോളേജിന്റെ മുമ്പിൽ കൂടി പോകാൻ പറ്റൂല, മനസ്സിലായില്ലേ? അവരെല്ലാം ഞാൻ അത് തുറന്നു പറയുന്നില്ല. വസ്ത്രം ധരിക്കാൻ പോലും അറിഞ്ഞുകൂടാത്ത പയ്യന്മാര് കൂട്ടിന് കൂടി അവരുടെ സ്വാതന്ത്ര്യമല്ലേ? അവിടെയാണ് തെറ്റ്. അവിടെ ഇതെല്ലാം മണ്ടി വയ്ക്കുന്നത് സ്വാതന്ത്ര്യം തന്നെ. നിനക്ക് കഞ്ചാവ് കുടിക്കോ, നീ കുടിച്ചോ. നീ കള്ള് ഷാപ്പിൽ കയറി ചാരയും നീ കുടിച്ചോ. ഈ സ്വാതന്ത്ര്യത്തിന് വിലങ്ങ് തേടിയിട്ടില്ലെങ്കിൽ ഇവിടെ പാവം ജനങ്ങൾ നശിക്കും. ഇത് സ്വാതന്ത്ര്യം, എല്ലാത്തിനും സ്വാതന്ത്ര്യമുണ്ട്. പറയാൻ മനസ്സിലായില്ലേ? എല്ലാത്തിനും സ്വാതന്ത്ര്യമുണ്ട്. അത് ഇവരെ വാക്കുകളിൽ ഇവരെ മാനിഫെസ്റ്റോയിൽ ഉള്ളതല്ല, മനസ്സിലായില്ലേ? എല്ലാം കുത്തഴിച്ചു വിടുക, അത് നാശമേ കൊയ്യൂ. ഈ വിതറുന്നയില്ലയോ? എത്ര പെൺകുട്ടികളെ ഇവിടെ അനാഥമാക്കി, എത്ര കുടുംബങ്ങളെ അനാഥമായിക്കൊണ്ടിരിക്കും. നല്ലത് ചെയ്യുക അല്ലേ? നല്ല കാര്യങ്ങൾ ജനത്തിന് കൊടുത്തു കഴിഞ്ഞാൽ അവനെ സീറോ അടിച്ചാലും അവന്റെ സമൂഹം അവന് നല്ലൊരു വില കൽപ്പിക്കും. ഇപ്പം ഇവിടെ സിനിമ നടനുണ്ടല്ലോ, അത് സുരേഷ് ഗോപി ജയിച്ച. എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി ജയിച്ചത്? എന്തുകൊണ്ട് ഇവിടെ സുരേഷ് ഗോപി ജയിച്ചു? അദ്ദേഹത്തിന്റെ മകള് മരിക്കുമ്പോഴും അങ്ങേര് ജനത്തിന്റെ ദുഃഖം, ഒരു മരണത്തിന്റെ ദുഃഖം, വേദനയുടെ ദുഃഖം തൊട്ടറിഞ്ഞ് രുചിച്ചറിഞ്ഞ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് സുരേഷ് ഗോപി. അദ്ദേഹം എന്റെ സമൂഹമാണ്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എന്തോന്നു? ഞാൻ എൻ്റെ സമൂഹത്തിന് വേണ്ടി എൻ്റെ ജീവൻ പോയാലും ഞാൻ അവർക്ക് വേണ്ടി ജീവിക്കും. എന്തുകൊണ്ട് അങ്ങേര് പറഞ്ഞു? ഈ നമ്മളെ മുഖ്യമന്ത്രിക്ക് പറയാൻ ചങ്കൂറ്റമുണ്ടോ? മുഖ്യമന്ത്രിയുടെ മകൾക്ക് പറയാൻ ചങ്കൂറ്റമുണ്ടോ? ബന്ധുക്കൾക്ക് പറയാൻ ചങ്കൂറ്റമുണ്ടോ? സമൂഹത്തിലെ ജനത്തിന്റെ വികാരങ്ങളെ വേട്ടയാടാൻ ശ്രമിക്കരുത്. അതാണ് സമൂഹത്തിലെ ജനങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ അവർ ഉൾക്കൊള്ളണം. പറയാൻ ഈ ക്യാമറ ഇവിടെ വെച്ചിരിക്കുന്നത്, ക്യാമറ ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ ഉടൻ അടിച്ചു വരും. എന്തിനാണ് ഈ കോടി രൂപ കൊടുത്ത് ഈ ക്യാമറ വെച്ചിരിക്കുന്നത്? എന്തിനാണ് പോലീസിന് വെച്ചിരിക്കുന്നത്? പോലീസിന് ഉത്തരവാദിത്വമില്ലേ? ഈ കുണ്ടും കുഴിയും നാട് റോഡ് വെട്ടി തുരങ്കം അടിച്ചിട്ട് അവരെ കണ്ട് കാണൂല്ലോ. എന്തിനാണ് നമ്മുടെ പോലീസ് ഇരിക്കുന്നത്? അവർ ജനത്തിന്റെ പ്രതികളല്ലേ? ഒരു തെറ്റ് വന്നാൽ ചൂണ്ടിക്കാണിക്കേണ്ടവരല്ലേ? എന്തുകൊണ്ട് കാണിക്കുന്നില്ല? അവിടെയെല്ലാം നിസ്സാരവൽക്കരിച്ച് കളയുക. എല്ലാ സ്വാതന്ത്ര്യമല്ലേ? എല്ലാ സ്വാതന്ത്ര്യം. ഈ സ്വാതന്ത്ര്യം ആപത്തുകളിലേക്ക് ചെന്ന് വീഴും. ഇതിനെ തടങ്കലിട്ടില്ലെങ്കിൽ, ഞാൻ ചോദിച്ചിട്ട് ഇവിടെ മദ്യം കുടിച്ചെന്ന് പറഞ്ഞാൽ ആരും ചാവില്ല കുടിച്ചെന്ന്. എന്തിനവരെ ബുദ്ധിയെ കെടുക്കുന്നു? സ്വയബുദ്ധിയെ. നമുക്കെല്ലാം ദൈവം തന്ന ബുദ്ധിയുണ്ട്. ആ ബുദ്ധിയെ, ദൈവം തന്ന ബുദ്ധിയെ എന്തിന് കേടാക്കി നാശത്തിന് വേണ്ടി ഈ ബോധമില്ലേ അവർക്ക്? എനിക്ക് വേദന കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, അവർക്ക് ഈ ബോധമില്ലേ? എൻ്റെ സമൂഹമാണെന്ന് ഉത്തരവാദിത്വ ബോധമുണ്ട്, എൻ്റെ ജനങ്ങളാണെന്ന് ഉത്തരവാദിത്വ ബോധമുണ്ട്. വോട്ട് വാങ്ങിക്കുക, കീശയിൽ വെക്കുക, കുറെ പ്രഹസനം കാണിക്കുക, കുറെ പൈസ കിട്ടുമല്ലോ. ഇവരെയൊക്കെ ഉദ്ദേശം ഉള്ളിനകത്ത് ഇരിപ്പന്തോ മാസം ഒരു 5 ലക്ഷം രൂപ ഞാൻ ഉണ്ടാക്കും. അവിടെ 5 വർഷം കൊണ്ട് എത്ര കോടി രൂപയായി? ഇത് പാപമാണ്, മനുഷ്യനോട് ചെയ്യുന്ന തെറ്റാണ്, മനുഷ്യനോട് ചെയ്യുന്ന പാപമാണ്. ഇത് തിരിച്ചറിഞ്ഞ് മാനസാന്തരപ്പെട്ട് വന്നു കഴിഞ്ഞാൽ ജനം അംഗീകരിക്കും. അത്രയേ ഉള്ളൂ. മുമ്പ് കാലങ്ങളിലെ ചരിത്രം വോട്ടും ഇതേപോലെയുള്ള കണ്ടിട്ടില്ലേ? ഇതാണ് എൻ്റെ സത്യം എന്ന് പറഞ്ഞാൽ ഇതാണ് സത്യം. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇനിയും പറയാനുണ്ട്. എപ്പോഴെങ്കിലും ഏതെങ്കിലും വേദി കിട്ടുകയാണെങ്കിൽ ഞാൻ പറയും. മനസ്സിലായില്ലേ? ഏതൊരു മന്ത്രി വന്നാലും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമുക്കിപ്പോൾ പറയാൻ. അത് പേപ്പറിൽ മാത്രമേ ഉള്ളൂ, പ്രസംഗത്തിൽ മാത്രമേ ഉള്ളൂ. ഞാൻ ജനങ്ങൾക്ക് വേണ്ടി എൻ്റെ എല്ലാം തരുമെന്ന്. എവിടെ പ്രവൃത്തി? എവിടെ പ്രവൃത്തിയാണ് ഒരു സമൂഹത്തിന്റെ ജനത്തിന്റെ അസറ്റ് എന്ന് പറയുന്നതും ഒരു വില കൽപ്പിക്കേണ്ട അതൊന്നും ഇല്ല. വെറും പടങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനിയുള്ള കാലങ്ങളിൽ അങ്ങനെ ഒരു നേതാവ്, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നേതാവ് കാണുമോ ഇല്ലയോ? എന്താണ് ചേട്ടൻ്റെ? അല്ല, ഇത് ഒരു അവസാന കാലമായി പോയി. ലോകത്തിന്റെ പോക്കും കാലത്തിന്റെ പോക്കും മനുഷ്യന്റെ പ്രവൃത്തിയും കണ്ട് തിരിച്ചറിയണം. നിയമം അത് പോലീസായാലും ശരി തന്നെ, ഇവിടുത്തെ അധികാര മന്ത്രിയായാലും ശരി തന്നെ, മുഖ്യമന്ത്രി ആയാലും ശരി തന്നെ, പ്രധാനമന്ത്രി ആയാലും ശരി തന്നെ, അവിടെ ഇരിക്കാൻ എനിക്കൊരു ഭാഗ്യം തന്നുവല്ലോ ദൈവം ഒരു ഭാഗ്യം തന്നല്ലോ. എൻ്റെ സമൂഹമാണ്, എൻ്റെ ജനങ്ങളാണ്, എൻ്റെ സഹോദരങ്ങളാണ്. ഒരു കുടുംബമല്ലേ നമ്മൾ പണ്ട് പഠിക്കുമ്പം ഇന്ത്യ എൻ്റെ രാജ്യമാണ്. ഇത് ആരെങ്കിലും ഇന്ന് ചിന്തിക്കുന്നോ? ഓരോ ഭാരതീയനും എൻ്റെ സഹോദരന്മാരാണ്. അത് എവിടെ വലിച്ചേറി കളഞ്ഞവര്?
എൻ്റെ കണ്ണ് നിറഞ്ഞിരിക്കുകയാണ്. മനസ്സിലായി? ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യമാണ്, നമ്മുടെ കുടുംബമാണ്. ഓരോ സഹോദരി സഹോദരന്മാരും നമ്മൾ ഇളയതും മൂത്തതുമാണ്. ഈ ഭാവം ഉണ്ടായില്ലെങ്കിൽ നാശം 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 അതിതാ വരാൻ പോകും. അത്രയേ ഉള്ളൂ. ഞാൻ ഇവിടുത്തെ പാർട്ടികളിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇവിടുത്തെ ചാല യമുനാനഗർ യൂണിറ്റിലെ SFIയുടെ പ്രസിഡന്റ് തന്നെയായി. ഞാൻ തന്നെ പറയുന്നത് ഞങ്ങളുടെ പാർട്ടിയിൽ കുറച്ച് ആൾക്കാർ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട്. അത് എങ്ങനെ പറയട്ടെ, പൊതുമക്കൾക്ക് പോയിട്ട് ഈ പൈസ കൊടുക്കാതെയും പെൻഷൻ്റെ കാര്യം തന്നെ അറിയാമല്ലേ, ഞാൻ തന്നെ പറയണ്ട. അത് ഒരു 2-3 പേര് അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള എല്ലാ പാർട്ടി ആൾക്കാരും അങ്ങനെ ആവില്ല. ഇപ്പോൾ BJP ആയാലും ശരി, കോൺഗ്രസ് ആയാലും ശരി, അങ്ങനെയാണ്. പിന്നെ ഈ ഇലക്ഷൻ ഇങ്ങനെ പോയി എന്ന് പറഞ്ഞിട്ട് അടുത്ത പറഞ്ഞ 2026 പറഞ്ഞ 2026 പറഞ്ഞ CM-ൻ്റെ അതിൻ്റെ പറഞ്ഞ ഇലക്ഷന് ഞങ്ങൾ വിടുന്നില്ല. ആ ഒരു ഇലക്ഷൻ വരുമ്പോഴത്തേക്കും അവിടെ വിജയിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴുള്ള മുഖ്യമന്ത്രി അവിടെ ഒരു അഴിച്ചുപണി നടത്തിക്കൂടെ എന്ന് വെച്ചാൽ ശൈലജ ടീച്ചറെ മുഖ്യമന്ത്രിയാക്കിയാൽ ഒരുപാട് ആൾക്കാരും പറയുന്നുണ്ട് മുഖ്യമന്ത്രി സ്ഥാനം മാറിയാൽ കൂടുതൽ ജനപിന്തുണ ഇപ്പോഴത്തേക്കാളും ലഭിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. 1000 പേര് 1000 രീതിയിൽ പറയും. പക്ഷേ എങ്ങനെ പറയട്ടെ, ഇപ്പോൾ വന്നതാണ് ഈ BJP RSS SDP അങ്ങനെ ഇങ്ങനെ മറ്റേതല്ല. പക്ഷെ ആദ്യം തൊട്ടുന്ന് എല്ലാവരും മനസ്സിലുള്ള കമ്മ്യൂണിസ്റ്റ്. ഈ ഇലക്ഷൻ ഇങ്ങനെ പോയി, പക്ഷെ അടുത്ത ഇലക്ഷൻ അങ്ങനെ നേണ്ടി എടുത്തിരിക്കും. അത് സംസ്ഥാന സർക്കാരിന്റെ ഒരു ജനവിരുദ്ധ നടപടിയാണ്. അതിന്റെ ഒരു പ്രതിഫലനമാണോ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ സാധിച്ചത്? അങ്ങനെ തോന്നുന്നുണ്ടോ? ചെറുതായിട്ട് നമ്മൾ തന്നെ പറയാനില്ല, പറയാൻ വേണമെന്നില്ല. ഇപ്പോഴും നമ്മൾ പറയണേ ഞങ്ങളുടെ പാർട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തോത്തിട്ടുണ്ടെങ്കിൽ അടുത്ത പറഞ്ഞ ഇലക്ഷനിൽ കൺഫേം ആയിട്ട് ഞങ്ങൾ സീറ്റ് പിടിച്ചിരിക്കും. അത് ഞങ്ങൾ എങ്ങനെ പറയട്ടെ, ഞാനെന്നല്ല ഞങ്ങൾ മൊത്തം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് ഞാൻ ആ സാർബിൽ എന്ന് പറയണേ ഈ അടുത്ത പറഞ്ഞ ഇലക്ഷനിൽ ഞങ്ങൾ ജയിച്ചിരിക്കും. ജയിച്ചിരിക്കും ഇത്ര തന്നെ. ഇപ്പൊ എന്റെ വരെ ഒരു അക്കൗണ്ട് തുറന്നിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ. അതും വൻപനൊരു പരാജയമല്ലേ നിങ്ങളുടെ പാർട്ടിക്കുള്ളിൽ തന്നെ? എന്തുകൊണ്ടാവാം ഈ ഒരു ഇങ്ങനൊരു പരാജയം ലഭിച്ചത്? അതൊക്കെ ആൾക്കാരെ പറയണാണ്, അങ്ങനെ ഒന്നും കാണൂല. ജനങ്ങൾ മാറി ചിന്തിച്ചിട്ടുണ്ടാവില്ലേ ഇത്രയും വർഷം? അതല്ലേ പറയണത്. എങ്ങനെ പറയട്ടെ, ഇപ്പൊ എല്ലാവർക്കും അറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി വെച്ചാൽ എങ്ങനെ ഇനി ഒരു ഭരണ തുടർച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടാകുമോ? ശരിക്കും ഈ ഒരു സാഹചര്യമാണെങ്കിൽ വരും കാലങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിത്തറ തന്നെ ഇളകാൻ സാധ്യതയില്ലേ? ഉറപ്പായിട്ട് കാണും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടുത്തൊന്നും വരും. ഇനിയെന്നല്ല, ഇനിയുള്ള എല്ലാ തലമുറയിലും കമ്മ്യൂണിസ്റ്റ് തന്നെ എപ്പോഴും കാണും. അത് എല്ലാവർക്കും അറിയാം, നിങ്ങൾക്ക് അറിയാം. ഇടതുപക്ഷത്തിന് അവർ വിചാരിച്ച ഭൂരിപക്ഷം ലഭിച്ചില്ല. അത് നികത്താൻ വേണ്ടി ഇനിയുള്ള കാലത്ത് ഇലക്ഷൻ വരുമ്പോൾ ആ ഒരു ഇത് നികത്താൻ വേണ്ടിയിട്ട് നമ്മുടെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ സ്ഥാനം മാറ്റി ശൈലജ ടീച്ചറിനെ ആ ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുവരുമോ? എന്താണ് അഭിപ്രായം? അങ്ങനെ ഒരു മാറ്റം സംഭവിച്ചു. മുഖ്യമന്ത്രി മാറ്റിയെന്നോ ശൈലജ ടീച്ചറെ മാറ്റിയെന്നോ പറഞ്ഞുകൊണ്ട് യാതൊരു അർത്ഥവും ഉണ്ടാവാൻ പോണില്ല. ഭരണഘടനയിൽ ഭരണപക്ഷത്തിൽ നിൽക്കുന്ന ഈ മന്ത്രിമാര് ജനങ്ങളെ സംരക്ഷിക്കാൻ കഴിവുണ്ടെങ്കിൽ മാത്രമേ നടക്കൂ. ഇല്ലെങ്കിൽ ജനങ്ങൾ വീണ്ടും വോട്ടിൽ തിരിയും. ഈ ഒരു നമ്മുടെ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ ജനദ്രോഹ നടപടികളാണ് ഈ ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വ്യക്തമായതെന്നാണ് പൊതുവെ അത് മുഖ്യമന്ത്രിയാണെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. അതേസമയം അതിന് മെയിനെന്ന് പറയുന്നത് മറ്റുള്ള മന്ത്രിമാരും സഹമന്ത്രിമാരാണ് മെയിൻ. അതേപോലെ തന്നെ ചില ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാർ, ഡിപ്പാർട്ട്മെൻറ്റിലെ പാവങ്ങളെ കക്ഷി എന്തെങ്കിലും കാര്യത്തിന് ചെന്ന് കഴിഞ്ഞാൽ അവർ ആ കാര്യം അത് നടപ്പാക്കുക. പിന്നെ ഒരു ഇവരെ താറ്റി എന്ന് വെച്ചാൽ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ കിടക്കട പുറത്ത് എന്ന് പറഞ്ഞവരാണ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള കഥകൾ. അതൊക്കെയാണ് മെയിനായിട്ടുള്ള പ്രശ്നങ്ങൾ. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ 60 വയസ്സ്, ഇപ്പോൾ ഞാനും 60 വയസ്സ് കഴിഞ്ഞാണ്. ഇപ്പോൾ ഒരു നിവർത്തിയില്ല, സ്വന്തമായിട്ട് വീട് പോലും ഇല്ലാത്ത ഞാൻ ഈ പെൻഷൻ്റെ ആശ്രയത്തിലാണ് ജീവിക്കുന്നത്. അത് പോലും ഇവർ ഇപ്പോഴത്തെ കഴിഞ്ഞ ഐസക് മന്ത്രിസഭയിൽ എല്ലാം കൃത്യമായിട്ടും കൊടുത്തുകൊണ്ട് ഇപ്പോൾ രണ്ടാമത്തെ മന്ത്രിസഭയിൽ അതുവരെ ഇവർ കളിപ്പീരാണ്. ഇന്നും ഇപ്പം തന്നെ മുഖ്യമന്ത്രി കൊടുത്ത പൈസ ഇന്ന് എത്താത്ത എത്രയോ ജനങ്ങൾ, സഹകരണ ബാങ്കിൽ നിന്ന് എത്താത്ത എത്രയോ ജനങ്ങൾ ഇന്നുമുണ്ട് കൈ കൊടുക്കാത്തവർ. അപ്പം ഇത് അത്രയും സർക്കാരിനെ ബാധിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഉദ്യോഗസ്ഥന്മാരെ കഴിവുകേടും പിന്നെ ഭരിക്കുന്ന മന്ത്രിമാരെ കഴിവുകേടും പിന്നെ മെയിനായിട്ട് പല പോലീസ് വകുപ്പിലായാലും യാതൊരു ഡിപ്പാർട്ട്മെൻറ്റിലായാലും ഒരു സാധാരണക്കാരന് യാതൊരു വിലയില്ല, വിലയും കൽപ്പിക്കുന്നില്ല. ഈ ഒരു മുഖ്യമന്ത്രി മാറി എന്ന് പറഞ്ഞിട്ട് ആ ഒരു അതിലൊന്നും കഥയില്ല, അതിലൊന്നും ഒരു കഥയില്ല. മൊത്തത്തിലൊരു അഴിച്ചുപണി. അതിൽ അഴിച്ചു പറഞ്ഞാൽ ഈ
കുരങ്ങനെ തന്നെ പിന്നെ തെങ്ങി കയറ്റില്ലേ, അതിലൊന്നും ഒരു കഥയില്ല. കുരങ്ങനെ തെങ്ങി കയറ്റും പോലെയാണ്. നേരെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കാൻ പഠിച്ചാൽ അങ്ങനെയാണെങ്കിൽ ജനങ്ങൾ എപ്പോഴും മാറിയും തിരിഞ്ഞു എല്ലാ നിൽക്കും. ഉദ്യോഗസ്ഥരും ജനങ്ങൾക്ക് അവരെ support ജനങ്ങളായാലും ശരി, ജനങ്ങൾക്ക് വേണ്ടിയുള്ള support സത്യാവശ്യ സ്വരംഭ സ്ഥാപനങ്ങളിലുള്ള മുമ്പറന്മാർ, അതേപോലെ തന്നെ അവിടുത്തെ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റുമാർ, ഇവരെല്ലാം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇപ്പം ഞാൻ പയ്യരാ സുരേഷ് ഗോപി തൃശ്ശൂർ ജയിച്ചു. എന്തുകൊണ്ടാണ്? 5 കൊല്ലം കഴിഞ്ഞ പ്രാവശ്യം 19 തോറ്റത് കൊണ്ടാണ്. അതിനുശേഷം സ്ഥിരമായിട്ട് അവിടെ പ്രവർത്തന ശൈലിയിലാണ് ജയിച്ചത്, അല്ല വേറെ ഒന്നും കൊണ്ടല്ല. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചതുകൊണ്ട് ജയിച്ചത്. കൈവരിക്കാൻ അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ എല്ലാ മേഖലയിലും ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ കരുതിയെന്ന് വിചാരിച്ച മന്ത്രിമാരെ കരുതിയെന്ന് ജനങ്ങൾ വിചാരിക്കും. പുതിയ മുഖ്യമന്ത്രിയായി ശൈലജ ടീച്ചർ വരുമോ ഇല്ലയോ നമുക്ക് കണ്ടു തന്നെ അറിയാം. മറ്റൊരു വിഷയമായി വീണ്ടും കാണുന്നത് വരെ നന്ദി.